ഇന്ന് നമുക്ക് ഒരു 4.5 കിലോ ചിക്കൻ്റെ കറി ഉണ്ടാക്കിയല്ലോ അല്ലേ. ഒരു കോഴി 2.5 കിലോനും ഒരു കോഴി 2 കിലോ ഉണ്ടെന്നാണ് നമ്മുടെ ചിക്കൻ കടക്കാരൻ ബില്ല് കൊണ്ടെന്നപ്പോൾ പറഞ്ഞ. മൊത്തത്തിൽ 4.5 കിലോൻ്റെ ചിക്കൻ ഉണ്ടാ. അപ്പോൾ ഇത് കറി വെക്കാൻ പോണതേ വേറെ ഒന്നുമല്ല, 3 സവാള വെച്ചിട്ടാണ്. അതുകൊണ്ടിട്ടാണ് എടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ചിക്കനൊക്കെ ഉപ്പും മഞ്ഞപ്പൊടി വിനാഗിരി വെച്ച് കഴുകി വൃത്തിയാക്കി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 2 ഏലക്കായ, 1 കഷ്ണം പട്ട, 1.5 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം, 15 വറ്റൽമുളക് ഇട്ടിട്ട് വറുത്ത് അത് മാറ്റി വെക്കണേ. കരിയാൻ പാടില്ല കേട്ടോ. ഇനി ആ ചട്ടിയിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തക്കാളിയൊക്കെ കണ്ടമുണ്ടൊക്കെയാണ് അരിഞ്ഞിട്ടേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി എന്നിട്ട് ചേർത്ത് കൊടുത്തത്. കാരണം എരിവുള്ളത് മുളകുണ്ടല്ലോ നമ്മൾ വറുത്ത് വെച്ചേക്കണം, അതുകൊണ്ടിട്ട് കാശ്മീരി മതി. മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മൂത്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചൂടാറാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ അതാ 3 വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതവിടെയൊക്കെ ഒന്ന് വഴണ്ടിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് മിക്സർ ജാറിലേക്ക് നമ്മൾ തക്കാളി മിക്സില്ലേ അതും പിന്നെ ആദ്യം വറുത്ത് വെച്ചേക്കണം വറ്റൽമുളകും മല്ലിയൊക്കെ അതും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്ത് വിടാം. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ ഇതേ വഴണ്ടി വന്നിട്ടുണ്ട്. ആ വഴൻ്റെയിലേക്ക് നമ്മൾ അരച്ചെടുത്ത മിക്സ് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞപ്പോൾ ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണം ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ മൂടി തുറന്ന് ഇളക്കിക്കൊണ്ടിരിക്കേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. പച്ചമല്ലിയും അതേപോലെ വറ്റൽമുളകൊക്കെ വറുത്തെടുത്ത് ഇതിൽ നമ്മൾ മല്ലിയിലൊന്നും ചേർക്കൂല, കറിവേപ്പില മാത്രമേ ചേർക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കാനും മറക്കാതെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.